ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, പതിവ് പോലെ ഇന്നും എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനായിട്ട് നല്ലൊരു ചെടിയെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. എൻ്റെ വ്യൂവേഴ്സിന് ഗാർഡനിങ് നല്ല ഇഷ്ടമുള്ളവരാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഗാർഡനിങ് ഒരു പാഷനായി എടുത്തിട്ടുള്ളവർക്ക് പലതരം ചെടികളെ പരിചയപ്പെടുത്തുന്നത് ഉപകാരമായിരിക്കും എന്നും എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെ ആയിരിക്കും. യെസ്റ്റർഡേ ടുഡേ ആൻഡ് ടുമോറോ എന്ന് പറയുന്ന ചെടിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ ചെടിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, ഇതിന് എങ്ങനെയാണ് വളർത്തേണ്ടത്, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെന്തെങ്കിലും ദോഷങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ അതെന്തൊക്കെയാണ്, ഇതിനെ എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഗ്രോത്ത് കണ്ടീഷൻസ് എന്നിവയെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചെടി നിങ്ങളുടെ ഗാർഡനിൽ നട്ടു വളർത്താനായിട്ട് പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ മുഴുവനായിട്ട് ഈ വീഡിയോ കാണുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ഇനിയുള്ള എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും. പുതിയ പുതിയ ചെടികളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിവരങ്ങളിലേക്കൊക്കെ പോകാം. ഈ ചെടിയുടെ സയൻറ്റിഫിക് നെയിം ബ്രൺഫെൽസിയ പോസിഫ്ലോറ എന്നാണ്. ഇതിന് മറ്റ് ചില കോമൺ നെയിമുകളും ഉണ്ട്. ആദ്യമായിട്ട് നമ്മൾ അറിയപ്പെടുന്നത് യെസ്റ്റർഡേ ടുഡേ ആൻഡ് ടുമോറോ, അല്ലെങ്കിൽ മോർണിംഗ് നൂൺ ആൻഡ് നൈറ്റ്. പിന്നെ വേറൊരു പേരെന്ന് പറയുന്ന കിസ് മീ ക്വിക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ബ്രസീലിയൻ റെയിൻ ട്രീ എന്നും അറിയപ്പെടും. അപ്പോൾ ബ്രസീലിയൻ റെയിൻ ട്രീ എന്ന് അറിയപ്പെടാൻ കാരണം ഇത് ബ്രസീലാണ് ഇതിൻ്റെ ജന്മദേശം. അതുകൊണ്ടാണ് അതിനെ അങ്ങനെയും കൂടെ അറിയപ്പെടുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഇതൊരു പെറണിയലായിട്ടുള്ള ഒരു ഷ്രബാണ്. അതായത് ഇത് വളരെ കാലം നിൽക്കുന്ന ഒരു ചെടിയാണ്, പെറണിയലാണ്, ഒരു ഷ്രബാണിത്. അതായത് ഒരു കുറ്റിച്ചെടി പോലെയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ വേറെ ചില സ്പീഷീസുകളുണ്ട് കേട്ടോ. ബ്രൺഫെൽസിയയുടെ തന്നെ വേറെ സ്പീഷീസുകളുണ്ട്. ചിലതൊക്കെ കുറച്ചുകൂടി ഹൈറ്റ് വരുന്ന സ്പീഷീസുകളുണ്ട്. ഇത് നമ്മൾ നിലത്ത് നടുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിലും കൂടുതൽ ഹൈറ്റ് വരും. അതായത് നമ്മളിപ്പോൾ പോട്ടിലാണ് നട്ടിരിക്കുന്നത്. പോട്ടിൽ നടുമ്പോൾ അതിന് കുറച്ച് അതിൻ്റെ ഗ്രോത്ത് ഒന്ന് അറസ്റ്റ് ചെയ്യും. അതേസമയം നമ്മൾ തറയിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് അതിന് ഗ്രോത്ത് ഉണ്ടാകും, കുറച്ചുകൂടി ഹൈറ്റൊക്കെ വരും. ഇനി ഈ ചെടി എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിലുള്ളത്. ഇതിൻ്റെ പൂക്കളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്ന് ഒരു സെറ്റ് പൂ വിരിയുമ്പോൾ അടുത്ത ദിവസം മറ്റൊരു സെറ്റ് പൂ വിരിയും, അതിൻ്റെ അടുത്ത ദിവസം വേറൊരു സെറ്റ് പൂക്കൾ വിരിയും. മൊട്ടുകൾ അങ്ങനെ ആണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് വിരിയുന്ന പൂക്കൾക്ക് നല്ല പർപ്പിൾ കളറായിരിക്കും. അടുത്ത ദിവസം ഇന്ന് വിരിഞ്ഞ പൂക്കളുടെ കളർ ഒരു ലാവെൻഡറായിട്ട് മാറും. അതിൻ്റെ അടുത്ത ദിവസം അത് വൈറ്റായിട്ട് മാറും. അങ്ങനെ അത് ഫെയ്ഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതായത് പൂത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ചെടിയിൽ 3 കളറിലുള്ള പൂക്കളുണ്ടാകും: നല്ല പർപ്പിള്, ലാവെൻഡർ, വൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്. നല്ല ഭംഗിയുള്ള നല്ല മണമുള്ള പൂക്കളാണ്. മണം എന്ന് പറഞ്ഞാൽ, ഈ പൂവിൻ്റെ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുല്ലപ്പൂക്കളോ പിച്ചിപ്പൂക്കളോ അതിൻ്റെ അത്രയും കിടപിടിക്കുന്ന, അല്ലെങ്കിൽ അതിനേക്കാളും മണമുള്ള, ചിലപ്പോൾ നല്ലൊരു പെർഫ്യൂമിൻ്റെയൊക്കെ മണം നമുക്ക് ഓർമ്മ വരും. അങ്ങനെയൊക്കെയുള്ള നല്ല ഒരു അരോമാറ്റിക് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. വളരെ ഭംഗിയുള്ള, വളരെ മനോഹരമായ, നല്ല സുഗന്ധമുള്ള ഒരു പൂക്കളാണ് ഇതിനുള്ളത്. ഈ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ, ഈ ചെടി പൂത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡൻ ആകെ മണം കൊണ്ട്, അതായത് സുഗന്ധപൂരിതമാവും. നമുക്ക് എവിടെ നിന്നാലും ഇതിൻ്റെ മണം അനുഭവിക്കാനായിട്ട് കഴിയും. അത്ര മനോഹരമായ, അത്ര പരിമളമുള്ള പൂക്കളാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചെടിയോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഈ ചെടി എനിക്കിപ്പോൾ ഈ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഞാൻ ഈ ചെടി സ്വന്തമാക്കിയിട്ട്. പക്ഷേ അതിന് മുമ്പ് ഇതിൻ്റെ ഡീറ്റെയിൽ അറിയുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു ഈ ചെടി ഒന്ന് സ്വന്തമാക്കാനായിട്ട്. ഈ ചെടിക്ക് ഏറ്റവും അനുയോജ്യമായ ലൈറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫിൽറ്റേർഡ് ലൈറ്റാണ് ഇതിന് ഏറ്റവും നല്ലത്. പിന്നെ ഈ ചെടിക്ക് അതിൻ്റെ പോട്ടിംഗ് മിക്സ് നമ്മൾ എപ്പോഴും നനവുള്ളതായിരിക്കണം. വെള്ളം നനവുള്ളതായിരിക്കണം എപ്പോഴും. എന്നാൽ അതിൻ്റെ പോട്ടിംഗ് മിക്സ് സോഗി ആവരുത്, നല്ല ഡ്രെയിനേജ് ഉള്ള പോട്ടിംഗ് മിക്സും ആയിരിക്കണം. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വളം കൊടുക്കുന്നത് ഓരോ 15 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങളിതിന് വളം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് ഗ്രോത്ത് ഉണ്ടാവും. ഇനി ഇതിൻ്റെ പ്രൊപ്പഗേഷനാണ്. ഇതിൻ്റെ നല്ല സ്റ്റെം കട്ടിങ് എടുത്ത്
കണ്ടില്ലേ, ഇതുപോലെയുള്ള സ്റ്റെമ്മുകൾ നിങ്ങൾ ചൂസ് ചെയ്തെടുത്തിട്ട് അതിനെ നമുക്ക് ബാക്കിയുള്ള ലീഫുകളൊക്കെ വെച്ചിട്ട് ഏറ്റവും ടോപ്പിൽ മാത്രം 2 ലീഫുകൾ വെച്ചിരുന്നാൽ മതി. അതല്ല 2-3 ലീഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ള ലീഫുകളെല്ലാം റിമൂവ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അതിനെ നല്ലൊരു റൂട്ട് ഹോർമോണിൽ ഇൻസേർട്ട് ചെയ്ത് കുറച്ച് സമയം വെച്ച ശേഷം അത് ഈ കട്ടിങ്ങിന് 45 ഡിഗ്രിയിൽ നിങ്ങൾ കട്ട് ചെയ്യണം, അത് മസ്റ്റാണ് കേട്ടോ. എന്നിട്ട് വേണം നിങ്ങളൊരു റൂട്ട് ഹോർമോണിൽ വെച്ച ശേഷം നിങ്ങൾക്ക് അതിനെ മണ്ണിൽ നല്ലൊരു പോട്ടിംഗ് മിക്സിൽ തന്നെ നിങ്ങൾക്ക് നട്ടുവയ്ക്കാം. ആദ്യമേ പോട്ടിംഗ് മിക്സിന് വളമൊന്നും ചേർക്കണമെന്നില്ല, നല്ലൊരു മണ്ണായിരിക്കണം. ആ മണ്ണിൽ നിങ്ങൾക്ക് അത് ഇൻസേർട്ട് ചെയ്ത് വെക്കാം. പിന്നെ അങ്ങനെ ഒരു ചെറിയ പോട്ടിൽ മണ്ണിൽ ഇത് നട്ടുവെച്ച ശേഷം നമുക്ക് മറ്റൊരു കവറും കൂടെ എടുത്തതിന് മൂടി വയ്ക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കത് മൂടി വെച്ചിട്ട് ഒരു ഷെയ്ഡിലൊക്കെ, ഒരു പാർഷ്യൽ ഷെയ്ഡിലൊക്കെ വെച്ചിട്ട് നമുക്കിതിനെ വളർത്തിയെടുക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ മറ്റൊരു തരത്തിലും ചെയ്യാം. നമുക്ക് ഈ കട്ടിങ് എടുത്തിട്ട് വെള്ളത്തിൽ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് കഴിയും. 2 തരത്തിൽ നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ഏതാണ് സക്സസ് ആവുന്നതെന്ന് നോക്കണമല്ലോ. കൂടുതൽ സക്സസ് റേറ്റ് ഏതിനാണെന്ന് നോക്കണം. പ്രൊപ്പഗേഷൻ്റെ രീതികളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഏത് തരത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്താലാണ് കൂടുതൽ അതിന് സക്സസ് റേറ്റ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടാണ് അത് കൂടുതൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതുകൂടാതെ സീഡ് വഴി നമുക്ക് ഈ ചെടിയെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ അത് എത്രത്തോളം സക്സസ് ആണെന്ന് നമ്മളത് ചെയ്ത് നോക്കിയിട്ടില്ല. എന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു മെയിനായിട്ട്. ഇതിന് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് ഞാൻ പറഞ്ഞത്, നല്ല മണമുള്ള ചെടിയാണ്, ഇതൊരു പെറനിയലാണ്, ഇതിന് നല്ല ഫ്ലവേഴ്സ്, 3 കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്നു. അതൊക്കെ അതിൻ്റെ അഡ്വാൻറ്റേജാണ്. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ചെടി നമ്മുടെ എയറിലുള്ള പോയിസണസ് ആയിട്ടുള്ള ഗ്യാസുകളെയൊക്കെ അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ എയർ ഫ്രഷ് ആക്കി വയ്ക്കുന്നു. അപ്പം നമ്മുടെ ഗാർഡനിലെ എയർ പ്യൂരിഫൈ ചെയ്ത് നല്ല പ്യുവർ ആയിട്ടുള്ള എയർ ആയിരിക്കും നമ്മുടെ ഗാർഡൻ. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. ആ ചെടി നട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡനിലുള്ള എയറിനെ അത് ഫ്രഷ് ആക്കും. ആ ഒരു കാര്യം ഉണ്ട്. അതുകൊണ്ട് ആ ചെടി നമുക്ക് ഒരു യൂസ്ഫുൾ ആണ് ഇൻ ദാറ്റ് സെൻസ്. ഓക്കെ, ഇനി ഈ ചെടിയുടെ ഡിസ്അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. ഈ ചെടി പോയിസണസ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ്. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ശാപം, ആ ചെടിയുടെ ഒരു ശാപമായി മാറിയ ഒരു കാര്യം അതാണ്. അതിന് മൊത്തമായിട്ട് അതിൻ്റെ ലീഫും അതിൻ്റെ സ്റ്റെമ്മും അതിൻ്റെ ഈ പൂക്കൾ വന്നിട്ട് കൊഴിഞ്ഞു പോകുന്ന ഫ്രൂട്ട്സ് ഉണ്ടാവും അവിടെ. ആ ഫ്രൂട്ട്സിലാണ് പിന്നെ നമ്മൾ സീഡൊക്കെ ഉണ്ടാകുന്നത്. അതെല്ലാം പോയിസണസ് ആണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളോ നമ്മുടെ പെറ്റ്സോ, ഡോഗിനും ക്യാറ്റ്സിനും ഇതിന് ഭയങ്കര പോയിസണസ് എന്നാണ് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാര്യത്തിൽ ഈ ചെടിക്ക് കുറച്ചൊരു നെഗറ്റീവ് സൈൻസ് ആണുള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊപ്പഗേഷൻ്റെ മറ്റൊരു മെത്തേഡാണ് ഞാൻ ഈ കാണിക്കുന്നത്. വെള്ളത്തിൽ വെച്ച് നമുക്ക് ഈ ചെടി വളർത്തിയെടുക്കാം. അതിൻ്റെ സ്റ്റെം കട്ടിങ് മുകളിൽ 2-3 ഇലകളൊക്കെ വെച്ച ശേഷം നമുക്ക് അതിൻ്റെ സ്റ്റെം കട്ടിങ് കുറച്ച് വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്ത് വയ്ക്കാം. ഞാനിങ്ങനെ ഒരു ബോട്ടിലെടുത്തിട്ട് ഒരു ചെറിയ തെർമോക്കോളൊക്കെ അതിൽ കട്ട് ചെയ്ത് വെച്ച ശേഷം അതിലേക്ക് ഇറക്കിയിട്ടാണ് വെള്ളത്തിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് എത്രത്തോളം സക്സസ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഇത് കണ്ട് അത് കുറച്ച് ദിവസം കഴിഞ്ഞാലേ അറിയുള്ളൂ. ആ പൊടിച്ച് വരുന്നതിൻ്റെ സക്സസ് എങ്ങനെയാണെന്നുള്ളത്. ചിലപ്പോൾ പൊടിക്കും, ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാനും വഴിയുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് ഇനി കുറച്ച് ദിവസങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്താലേ അറിയുള്ളൂ. അപ്പോൾ കുറച്ച് ഭാഗം വെള്ളത്തിലേക്ക് വരുന്ന രീതിക്ക് ഞാൻ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ കുറച്ച് കട്ടിങ്സ് ഞാൻ മണ്ണിലും വെച്ച് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കാം ഇതിലേതാണ് സക്സസ് കൂടുതലുള്ളതെന്ന്. ആ കാര്യം ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ചെടി എന്ത് തന്നെ ആയിരുന്നാലും ഒരു മനോഹരിയാണ്, അതിനൊരു സംശയമില്ല. നമ്മളിപ്പോൾ എന്തായിരുന്നാലും ചെടികളുടെ ആ മണവും ഭംഗിയും ഒക്കെ കൊണ്ടാണല്ലോ ഗാർഡനിൽ ചെടികളെ വളർത്തുന്നത്. ഒട്ടുമിക്ക ചെടികളും പോയിസണസ് ആയിട്ടുള്ള ചെടികളുണ്ട്. പക്ഷേ പോയിസണസ് ആയിരിക്കുമ്പോഴും അതിന് ചില അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞല്ലോ. എയറിലുള്ള ബാഡായിട്ടുള്ള സ്മെല്ലുകളെയും ബാഡായിട്ടുള്ള ഗ്യാസുകളെയൊക്കെ അത് വലിച്ചെടുത്തിട്ട് എയർ പ്യൂരിഫൈ ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ചെടിയുടെ ഡിസഡ്വാൻറ്റേജസ് കുറച്ച് മറക്കാം. പക്ഷേ ബിവെയർ, നിങ്ങൾ ഇതിൻ്റെ ഇലയോ ഇതിൻ്റെ കായ്കളോ ഒന്നും കഴിക്കരുത്. കുഞ്ഞുങ്ങളാരും ഇതിൻ്റെ ഇലകളൊന്നും പറിച്ച് കഴിക്കാതെ നിങ്ങൾ നോക്കുക. കുഞ്ഞുങ്ങൾ അതിൻ്റെ ഇലകളോ അതിൻ്റെ കായോ ഒന്നും പറിച്ച് കഴിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പെറ്റ്സിനെ നിങ്ങൾ ഈ ചെടിയുടെ ഇലകളൊന്നും കഴിക്കാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡൻ ഏറ്റവും നല്ലൊരു പ്ലാന്റ് തന്നെയാണ്. മിക്കവാറുമുള്ള എല്ലാ ചെടികളിലും കുറച്ച് പോയിസണസ് ആയിട്ടുള്ള ചെടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ചെടികളെ
വളർത്താതിരിക്കുന്നില്ല, വളർത്തുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വളർത്തി കഴിഞ്ഞാൽ നല്ലൊരു ചെടിയാണ്. That's all about today's video, and I am signing off for today, and we'll meet in the next video.